ഹായ്, ഞാൻ ആദിത്യദേവ്. ഞാൻ ഡിഗ്രി ക്ലാസ് വിദ്യാർത്ഥിയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന നേരത്ത് ഒരു പ്രേതാനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. കഥ കേട്ട് ഉറങ്ങിക്കോളൂ. ഇനി കഥയിലേക്ക്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിരിക്കുന്നത് കണ്ടു. ആ പെൺകുട്ടിയുടെ പേര് നന്ദിനി എന്നായിരുന്നു. ആ പെൺകുട്ടിക്ക് എന്നോട് പ്രേമമുണ്ടായിരുന്നു. ഞാനത് സമ്മതിച്ചില്ല. അവൾ എന്തോ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ അവളുടെ ബുക്കിൽ കണ്ടു. ഞാനത് നോട്ട്സ് എഴുതാനുള്ള വ്യാജേന തന്ത്രപൂർവ്വം അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. എന്നിട്ട് ഞാനത് പ്രിൻസിപ്പൽ സാറിൻ്റെ കയ്യിലേൽപ്പിച്ചു. പോകുന്ന വഴിക്ക് കംപ്ലൈൻ്റായിട്ട് പ്രധാന അധ്യാപകൻ കേസെടുത്ത് അവളെ നല്ലവണ്ണം വഴക്ക് പറഞ്ഞു. എന്നിട്ട് നല്ല അടിയും കൊടുത്തിട്ട് അന്തിമോപചാരമായിട്ടൊരു താക്കീത് നൽകിയിട്ടാണ് അവളെ ഓഫീസ് റൂമിൽ നിന്നും വിട്ടയച്ചത്. പിന്നീട് അവൾ എൻ്റെ അരികിൽ വന്നിട്ട് ആരും അറിയാതെ ഒരൊറ്റ ചുംബനം. അങ്ങനെ അവളുടെ അമ്മ നല്ല കണിശക്കാരിയായിരുന്നു. ഞാനത് അവളുടെ അമ്മയോട് പ്രിൻസിപ്പൽ സാറിനെ സാക്ഷി നിർത്തി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ അവളുടെ അമ്മയോട് പറഞ്ഞു കൊടുത്തു, ഇനി മേലാൽ എൻ്റെ കാര്യത്തോട് ഇനി ഇടപെടാൻ പോലും പാടില്ല. ഇടപെട്ടാൽ പ്രിൻസിപ്പലിനോട് പരാതി പറഞ്ഞ് വേറെ സ്കൂൾ അന്വേഷിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞ് അന്തിമമായിട്ടൊരു താക്കീതും കൂടി നൽകിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോയത്. 10ാം ക്ലാസ് കഴിയും വരെ അവൾ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 10ാം തരംഗവും +1, +2 എന്നീ ക്ലാസ്സുകൾ ഉന്നത വിജയത്തോടെ പാസ്സാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ചേർന്നതും അവൾ എൻ്റെ ക്ലാസ്സിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയത് പോലുമില്ല. ഞാൻ ഡിഗ്രി 3 വർഷം പാസ്സായി. ഒടുവിൽ ഞാൻ നന്ദിനിയെ പറ്റി അറിയുന്നത് അവളെ കാണാനില്ലെന്നായിരുന്നു. അവളുടെ പഴയ അഡ്രസ്സ് ഉപയോഗിച്ച് ഞാൻ അവളുടെ വീട്ടിൽ പോയി. അവളുടെ അമ്മയാണ് ഫോൺ എടുത്തത്.